ഞാൻ 2015 കാലഘട്ടത്തിൽ മേയറായ ആളാണ്. അപ്പം ഞങ്ങൾ മേയറായി ചുമതലയേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭരണസമിതി നേരിട്ട ആദ്യ പ്രതിസന്ധി ഡെങ്കു ഫീവർ വ്യാപകമായി എന്നുള്ളത്. അപ്പം അന്ന് 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പിനെയും മറ്റുദ്യോഗസ്ഥന്മാരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തി നിയന്ത്രണ വിധേയമാക്കുകയും ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ആ 2000-ന് മുകളിൽ പോയ കേസുകൾ 500 താഴേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാനത് ആദ്യം പരാമർശിക്കാനുള്ളൊരു കാര്യം, ഇന്നിപ്പോൾ നിലവിലെ നഗരസഭാ ഭരണസമിതി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും മുൻ ഭരണസമിതികളുടെ തോളിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല ശുചീകരണം അത് ശ്രീ ജയംബാബു അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മേയറായിരിക്കുമ്പോഴാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് നഗരം ക്ലീൻ ആക്കുന്ന ഒരു സ്കീം ആരംഭിച്ചു. തുടർന്ന് മേയർമാരായ ഞങ്ങളെല്ലാം അതേ പാത പിന്തുടർന്നുകൊണ്ട് നഗരം ശുചീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമായിരുന്നു. ഒരുവിധ പരാതികൾക്കും ഇടം കൊടുക്കില്ല. രാത്രി 12-1 മണിയോടുകൂടി നഗരം മുഴുവൻ ശുചീകരിച്ച് മുഴുവൻ മാലിന്യവും മാറ്റി കഴുകി വൃത്തിയാക്കിയാണ് ഞങ്ങൾ ശുചീകരണ പരിപാടികൾ അവസാനിപ്പിക്കാറുള്ളത്. ഇത്തവണ അത് പാളി. വളരെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ലോറികൾ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ വിന്യസിച്ച് അത് മൂവ്മെന്റ് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി സ്കീം ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യ നീക്കം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇത്തവണ സംഭവിച്ചത് എന്താ? ആറ്റുകാൽ ശുചീകരണം പാളിയപ്പോ ഇതെല്ലാം ക്ഷേത്ര ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു മേയറെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കുടിവെള്ള പ്രശ്നം വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2017-ൽ ഇതിന് സമാനമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നു. അന്ന് 3 വനിതാ എഞ്ചിനീയർമാരുടെ ഒരു ഇടപെടൽ അന്ന് പത്രമാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചതാണ്. ഇറിഗേഷൻ വകുപ്പിന്റെയും KSEBയുടെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒരു ടീം വർക്ക്. അന്ന് പേപ്പാറയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എടുത്ത ഇടപെടൽ അന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതിന് കോർഡിനേഷൻ വഹിച്ചത് തിരുവനന്തപുരം നഗരസഭയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ മേയർ പറയുന്നത് എന്താ? ഇതെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്നാണ്. ഞാനിപ്പോ ഓർമ്മിക്കണം, ഞാൻ മേയറായിരിക്കുന്ന കാലത്താണ് ഏതാണ്ട് 85 MLD കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അരുവിക്കരയിൽ രണ്ടാമതായിട്ട് ആരംഭിക്കുകയാണ്. ആ വെള്ളവും കൂടി നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നഗരസഭയ്ക്ക് ലഭിച്ച അമൃത് പദ്ധതി പ്രകാരമുള്ള ഫണ്ടാണ് ആ സ്കീമിന് വേണ്ടി വിനിയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയെല്ലാം നഗരസഭയ്ക്ക് ഇടപെടാൻ അവസരമുണ്ടായിരിക്കെ ഇതെല്ലാം മുൻകാല ഭരണാധികാരികൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്ന് പറയുകയാണ്. പുത്തരിക്കണ്ടത്തെ നെൽ അത് നിറപുത്തരിക്ക് വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. എത്രയോ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം നഗരത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആദ്യമായി ചെയ്യുന്നത് പോലെ പുത്തരിക്കണ്ടത്ത് ഞങ്ങൾ നെൽകൃഷി നടത്തി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, കാരണം ചില മഴ വരുന്ന സന്ദർഭങ്ങളിൽ പുത്തരിക്കണ്ടം നിറഞ്ഞ് ചിലപ്പോൾ നെല്ല് കേടായി പോകുന്ന ഒരു സ്ഥിതി വരും. ആ സമയത്ത് നമ്മൾ വെള്ളായണി പാടശേഖരത്തിൽ നടക്കം നെല്ല് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ മാത്രം. അപ്പൊ ഇങ്ങനെയെല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുതിയ മേയർ നടത്തുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. തെരുവുനായ പ്രശ്നം അത് പരിഹരിക്കാൻ എന്ത് നടപടിയായി സ്വീകരിച്ചത്? അധികാരത്തിലെത്തി 45 ദിവസം കൊണ്ട് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും, ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും, പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കും, ബഡ്ജറ്റിലൂടെ അതെല്ലാം നടപ്പാക്കും എന്ന് പറഞ്ഞ ഭരണസമിതി ഇപ്പൊ എവിടെ പോയി? മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മുൻകാല മേയർമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും തലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ശ്രീ V. ശിവൻകുട്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കടകംപള്ളി മുൻ മിനിസ്റ്ററും അതുപോലെ തന്നെ VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ നഗരവികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മൾ ഈ നഗരത്തിന് നേടിയെടുത്തൊരു പദവിയാണ്. ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതെ നഗരത്തിലെ മാലിന്യം കുറച്ചു കൊണ്ടുവന്ന് നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു നഗരം. 20ഓളം വരുന്ന ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നഗരം. ഇത് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല. കേന്ദ്ര സർക്കാരിന്റെ അടക്കം നിരവധി അവാർഡുകൾ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ ശ്രീ VV രാജേഷിന് കഴിയോ? തിരുവനന്തപുരം നഗരസഭ ഭരണസമിതിക്ക് കഴിയോ? ഇവിടെ സംഭവിക്കുന്നത് എന്താ?
നഗരസഭാ മേയർ എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും തെരുവുനായ ശല്യവും പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാതെ ഇന്നലെ നഗരസഭാ കൗൺസിൽ യോഗം കഴിയുമ്പോൾ സ്വന്തം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൗൺസിലർമാരെയും വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്ന സ്ഥിതിയിലേക്ക് ബഹുമാനപ്പെട്ട മേയർ പോകുന്നു എന്നുള്ളത് ഈ നഗരവാസികൾ ആശങ്കയോടുകൂടി കാണുകയാണ്. അപ്പൊ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വന്തം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന മേയർ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുക? ഈ നഗരത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വരുന്ന മേയർമാരെല്ലാം കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും തെരുവുനായ ശല്യവും എല്ലാം കൃത്യമായി അഡ്രസ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നഗരം ഇന്ത്യയിലെ മികച്ച നഗരങ്ങളായി മാറിയിരിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ന് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഏതൊരു നഗരങ്ങളെക്കാൾ മികച്ച സംവിധാനങ്ങളും മനഃശാന്തിയും സമാധാനവുമുള്ള നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി കഴിയോ? പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തലസ്ഥാന നഗരം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ആയിരിക്കുമ്പോഴാണ് ടെക്നോ പാർക്ക് EK നായനാർ ഗവൺമെന്റ് കാലത്ത് ശ്രീമതി KR ഗൗരിയമ്മ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ വരുന്നത്. ഇന്ന് കഴക്കൂട്ടവും പരിസര പ്രദേശങ്ങളും വലിയ നിലയ്ക്ക് വികസിച്ചിരിക്കുകയാണ്. ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൂട്ടാൻ വെച്ചിരുന്ന സ്കൂളുകളൊക്കെ ഇന്ന് സ്മാർട്ട് സ്കൂളുകളായി മാറിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി അദ്ദേഹം ഉയർന്നിരിക്കുകയാണ്. ഞാൻ മേയറായിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും സ്മാർട്ട് സിറ്റി 1ാം റാങ്ക് നേടിയെടുക്കാനും സ്വച്ഛതാ എക്സലൻസ് അവാർഡ് അടക്കം നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു കാലയളവാണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റി സെക്കൻഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണ്. നിരവധി അവാർഡുകൾ വരികയാണ്. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പഴയ ഭരണസമിതികളാണ് ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് മേയർ അപഹാസ്യനാകുന്ന ഏർപ്പാട് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുക കൂടി ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ശ്രീ VV രാജേഷ് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് മുൻ മേയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഈ നഗരത്തിൽ കഴിഞ്ഞ ഭരണസമിതികൾ എന്തെല്ലാം ചെയ്തു, ഇപ്പോ 5 മാസം കൊണ്ട് ഇവരെന്തൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പുകളുടെയും തലയിലേക്ക് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് സ്വയം ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നഗരത്തിൽ കഴിഞ്ഞ 5 മാസമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണത. പ്രധാനമന്ത്രി വന്ന് ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറയുകയാണ്. എന്ത് ബ്ലൂ പ്രിന്റാണ് ഇതിനോടകം വന്നിട്ടുള്ളത്? സാധാരണ എല്ലാ പൗരന്മാർക്കും അറിയാം, ഒരു നഗരസഭയ്ക്ക് നേരിട്ട് സഹായം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖാന്തരമാണ് സഹായം നഗരസഭകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും 50% അതിൽ താഴെയോ സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മേയർ എന്ന നിലയിൽ ശ്രീ VV രാജേഷ് ഇടപെടുന്നത്, മുൻകാല ജനപ്രതിനിധികളെ അപഹസിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നഗരം ചീഞ്ഞു ഞാറാനും കുടിവെള്ളം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാക്കാനും തെരുവിളക്കൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ഇപ്പോ നെട്ടയത്തുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോ കേസെടുത്തിട്ടുണ്ടല്ലോ. RCയിലേക്കെതിരെ അടക്കം സമരം നയിച്ച എല്ലാവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. കാരണം നാടിന്റെ സമാധാനം തകർക്കാനുള്ള ഒരു പരിശ്രമമാണ് നെട്ടയത്തുണ്ടായത്. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു, മർദ്ദിക്കുന്നു, അത് ചെറുക്കാൻ നാട്ടുകാർ സംഘടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ചില ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. ഈ അക്രമികളായിട്ടുള്ള ആളുകളെ അമ്പല കാമ്പൗണ്ടിനകത്ത് താമസിപ്പിക്കുന്നു. പോലീസ് അവിടെ റെയ്ഡ് ചെയ്ത് പ്രതികളെ പിടിക്കുമ്പോൾ അമ്പലത്തിലേക്ക് കടന്നു കയറി എന്ന് ആരോപിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ച ഒന്നാണ്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, SHOയോട് ലീവിൽ പോകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ നടപടി ശരിയല്ല എന്ന് MLA എന്ന നിലയിൽ ഞാനത് പറഞ്ഞത്.
അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തലത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ ക്രമസമാധാന നില പരിപാലിക്കുന്നതിനാണ് പോലീസ് ഇടപെട്ടത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാനുമൊക്കെ നിരവധി കേസുകളിൽ വഴി തടഞ്ഞതിനും പ്രകടനം നടത്തിയതിനൊക്കെ കേസ് പ്രതിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്രമസമാധാനം പരിപാലിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ ഇടപെടാൻ വേണ്ടി നേതൃത്വം തയ്യാറാകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാരെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഒരു 10 വർഷമായിട്ട് അവർക്ക് അനുകൂലമായ കമ്പനീസാണ് കോൺട്രാക്ട് കൊടുത്തത് എന്നൊക്കെ കാര്യം പറഞ്ഞിരുന്നു. കൃത്യമായി തുറന്ന് പറയാൻ തയ്യാറല്ല. അതൊക്കെ ഇതിന്റെ പ്രശ്നമാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. എന്താണ് പറയുന്നത്? അല്ല, അതൊക്കെ അദ്ദേഹം അന്വേഷിക്കട്ടെ. അദ്ദേഹമാണല്ലോ ഇപ്പൊ മേയർ. അപ്പൊ അദ്ദേഹം ഫയലൊക്കെ എടുത്ത് പരിശോധിച്ച് ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. അതിൽ ആർക്കാ തടസ്സമുള്ളത്? അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ പറയുന്ന മേയർ ഉൾപ്പെടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ കൗൺസിൽ അംഗങ്ങളായിരുന്നവരാണല്ലോ. അവരറിയാതെ ഇതൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPയുടെ ആളുകൾക്കാണല്ലോ ഭൂരിപക്ഷം കഴിഞ്ഞ ഭരണസമിതിയിൽ. അവരറിയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്? അപ്പൊ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭരണസമിതി ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ്. ടെൻഡർ വിളിക്കും, അത് കൗൺസിൽ അംഗീകരിക്കണം, ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കണം, പർച്ചേസ് മാനുവൽ നോക്കണം. ഇതൊക്കെ നോക്കാനാണ് സെക്രട്ടറിയെയും മറ്റുദ്യോഗസ്ഥരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരട്ടെ, അന്വേഷണം നടക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ കുടിവെള്ള പ്രശ്നം, അതില് ഞങ്ങളാരും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന അദ്ദേഹം എന്താ നടപടി എടുക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അരുവിക്കരയിൽ 75 MLD കപ്പാസിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് 2015 മേയർ എന്ന നിലയിൽ നേതൃത്വം കൊടുത്ത് നമ്മൾ സ്ഥാപിച്ചത്. അതിനുശേഷം നഗരത്തിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥരെ വിരട്ടലും ഭീഷണിപ്പെടുത്തലും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതായത് പ്രതിപക്ഷത്തിരുന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം ഭരണത്തിൽ കൂടി വരുമ്പോൾ ചെയ്യുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാൻ മേയർക്ക് കഴിയുക? അപ്പൊ ഇത് കാണിക്കുന്നത് ഇതൊന്നും പരിഹരിക്കലല്ല ഇവരുടെ ലക്ഷ്യം. ഇപ്പോഴും ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ് എന്നുള്ള ധാരണ ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. അതേ രീതിയിൽ ഇടപെടുകയാണ്. അപ്പൊ 75 MLD കപ്പാസിറ്റി ഉള്ള കുടിവെള്ള പ്ലാന്റ് അന്ന് സ്ഥാപിച്ച് അന്ന് ഞങ്ങളടക്കം പോയിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. വാട്ടർ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്വമെങ്കിൽ പിന്നെ മേയർക്ക് എന്തിനാ? മാലിന്യം പരിഹരിക്കാൻ ഗവൺമെന്റ് വരട്ടെ, ലൈറ്റ് കത്തിക്കാൻ KSEB വരട്ടെ, കുടിവെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറുടെ ജോലി എന്താ? നഗരസഭയുടെ ജോലി എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നവരായി ഇന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കാലഘട്ടത്തിലാണ് സുജലം സുലഭം പദ്ധതി നമ്മൾ ആരംഭിച്ചത്. ഇപ്പൊ ഈ നഗരത്തിൽ ഏതാണ്ട് 35 അല്ലേ ടാങ്കറുകൾ, 70-ന് മുകളിൽ ടാങ്കറുകളുണ്ട്. ഇത് കോർപ്പറേഷന്റെ സ്വന്തം വണ്ടികളല്ല. ഞങ്ങളുടെ പദ്ധതിയുടെ സ്കീമിന്റെ പ്രകാരം അന്ന് സ്വകാര്യ ടാങ്കറുകൾ, കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകളെ അടക്കം രജിസ്ട്രേഷൻ നടത്തി ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി വാട്ടർ അതോറിറ്റിയുടെ കൗണ്ടറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധജലം വീടുകളിൽ എത്തിക്കുക. ഈ പദ്ധതിയൊക്കെ ആരംഭിച്ചത് ഞങ്ങളാ. ഇതിനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. 70-ലധികം ടാങ്കറുകൾ തിരുവനന്തപുരം നഗരസഭയുടെ രജിസ്ട്രേഷൻ നടത്തി ഓടുകയാണ്. എവിടെയെങ്കിലും പൈപ്പ് പൊട്ടി വെള്ളം മുട്ടിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ പൈപ്പ് പൊട്ടിക്കൊണ്ടാണ് വെള്ളം കിട്ടാത്തത്, ആ സ്ഥലങ്ങളിൽ സൗജന്യമായി ഗവൺമെന്റ് തീരുമാനമെടുക്കാം. അപ്പൊ ഇങ്ങനെയെല്ലാം അധികാരങ്ങൾ നഗരസഭയ്ക്ക് ഉള്ളപ്പോഴാണ് ഇതെല്ലാം വാട്ടർ അതോറിറ്റിയാണ് നോക്കേണ്ടത്. എങ്കിൽ പിന്നെ നഗരസഭ പിരിച്ചുവിട്ട് വാട്ടർ അതോറിറ്റിയെയും KSEBയെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ പോരെ. അപ്പൊ ഇതുവരെ നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത നിലയിലുള്ള അപഹാസ്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മേയറുടെ ചുമതല ഞങ്ങളൊക്കെ ചെയ്തത് ഈ പറയുന്ന വാട്ടർ അതോറിറ്റി, KSEB, ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയൊക്കെ സമയബന്ധിതമായി വിളിച്ചുകൂട്ടി ഏകോപനം നടത്തി പദ്ധതികൾ നടപ്പാക്കി കാണിക്കുക എന്നുള്ളതാണ്. 5 മാസം പിന്നിട്ടിട്ടും അത്തരം ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, അത് ഇപ്പോഴത്തെ ഭരണസമിതിയാണ് അത് പരിശോധിക്കേണ്ടത്. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് നഗരത്തിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കുക.
സ്മാർട്ട് സിറ്റി സ്കീമിന്റെ ഭാഗമായി 25 കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചു. ഇതിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ഇവർ നോക്കണ്ടേ? ഇവർ 5 മാസം കൊണ്ട് എന്തോ മാജിക് കാണിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഉള്ള സംഗതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ തന്നെ പരാതിരഹിതമായി തിരുവനന്തപുരം നഗരത്തിൽ മുന്നോട്ട് നയിക്കാം. നമുക്ക് ഏതാണ്ട് 10-35 ശുചിമുറികളുണ്ട്, 25 വാട്ടർ കിയോസ്കുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇതിനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും ഇവർ ചെയ്യണ്ട. അപ്പൊ ഉള്ളതിനെ ഇല്ലാതാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. സ്മാർട്ട് കിയോസ്കുകൾക്ക് ബില്ലടച്ചിട്ടില്ലെങ്കിൽ ബില്ലടയ്ക്കണം. അതിലൊക്കെ സ്മാർട്ട് സിറ്റി സ്കീമിൽ ഫണ്ടുണ്ട്. ആ ഫണ്ട് ശേഖരിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മഴ പെയ്തില്ലെങ്കിൽ തിരുവനന്തപുരംകാരുടെ കാര്യം കഷ്ടത്തിലാവുമെന്നാണ് കാണേണ്ടത്. ഇപ്പൊ മാലിന്യ സംവിധാനം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2017 കാലഘട്ടത്തിൽ 400-450 ടണ്ണാണ് ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെയ്തത് എന്താ? ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കി, ആളുകളോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞ്, ഡിസ്പോസിബിൾ പരമാവധി കുറച്ച് ഞങ്ങൾ 60 ടണ്ണിൽ താഴെയിലേക്ക് മാലിന്യം കുറച്ചു. ഇവരെന്താ ചെയ്തത്? ഈ പൊങ്കാല കഴിഞ്ഞപ്പോ മേയർ കൊടുത്ത പ്രസ്താവനയിൽ 800 ടൺ മാലിന്യമാണ് പൊങ്കാല കഴിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് സ്റ്റേറ്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല. മാലിന്യം കുമിഞ്ഞു കൂടുകയാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ശിവൻകുട്ടി പണ്ട് വിളപ്പിശാലയിൽ പ്ലാന്റ് ആരംഭിച്ചത് പൂട്ടിച്ചു, ഞങ്ങളാണ് പൂട്ടിച്ചത്. അദ്ദേഹം എന്ത് വസ്തുത മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നത്? അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി, അന്നത്തെ UDF ഗവൺമെന്റ് ആ പ്രക്ഷോഭത്തിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്ത് ശ്രീ ഉമ്മൻചാണ്ടി അടക്കം അതിനകത്ത് ഇടപെട്ടുകൊണ്ട് പ്ലാന്റ് പൂട്ടാൻ തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്ലാന്റുകളിൽ ഒന്നായിരുന്നു വിളപ്പിശാലയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്. പക്ഷെ അന്നത്തെ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബയോ പ്ലാന്റ് എന്ന നിലയിൽ ജൈവ അഴുകുന്ന മാലിന്യം മാത്രം കൈകാര്യം ചെയ്യേണ്ട പ്ലാന്റിലേക്ക് നമ്മൾ എല്ലാ മാലിന്യങ്ങളും കൊടുത്തുവിട്ടു. അതിന്റെ തകരാറുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്നത്തെ UDF ഗവൺമെന്റ് പ്ലാന്റ് പൂട്ടിയപ്പോൾ ഭരണസമിതി ചെയ്യേണ്ടത് എന്താ? ഒരു ക്രൈസിസ് വന്നു, മാലിന്യം നഗരത്തിൽ നിറയാതിരിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. ഞങ്ങളത് പോയി. ഞങ്ങൾ കൈകിട്ട് നിൽക്കുകയല്ല ചെയ്തത്, അജൈവ മാലിന്യ സംസ്കരണ പരിപാടിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാലയിലെ മാലിന്യം കുറഞ്ഞ മാതൃകയിൽ ജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കി, ഡിസ്പോസിബിൾ ഒഴിവാക്കി, മാലിന്യത്തിന്റെ അളവ് കുറച്ച് ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏത് നഗരങ്ങളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ മാലിന്യ പരിപാലനത്തിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് ഇല്ലാതെ തന്നെ. അതൊരു വേൾഡ് റെക്കോർഡാണ്. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് സീറോ വേസ്റ്റ് എന്നൊരു പദ്ധതി പോലും നടപ്പാക്കി. അന്ന് പത്ര സുഹൃത്തുക്കളും മറ്റുമൊക്കെ ചോദിച്ചത്, ഇതെല്ലാം കത്തിച്ച് നിങ്ങൾ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? അന്നത്തെ ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, കത്തിച്ചില്ലാതാക്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കരിയിലപ്പെട്ടി സ്ഥാപിക്കുന്നത്. ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കരിയിലപ്പെട്ടി വെച്ചിരിക്കുക. എന്തിനാ? കത്തിക്കുന്നു എന്ന ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി സീറോ ബേൺ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ച്, കരിയില പോലും കത്തിക്കണ്ട, അത് നമുക്ക് ഉണക്കി വളമാക്കി മാറ്റാം എന്ന സ്കീം അടക്കം അവതരിപ്പിച്ചത് ആ കാലത്താണ്. അപ്പോ വിളപ്പിശാല പൂട്ടിയെങ്കിൽ കൈയും കെട്ടി നിൽക്കാതെ അജൈവ മാലിന്യ പരിപാലനത്തിലൂടെ, ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ അതിന്റെ അളവ് കുറയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അത് വളരെ സക്സസ് ആയിരുന്നു. ആ മോഡലിനെയും ഇല്ലാതാക്കുകയാണോ ഇവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല, ഇത് പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. അപ്പൊ എല്ലാ സിസ്റ്റത്തിനെയും തകിടം മറിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 5 മാസമായിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ല, ഞാന് ഇലക്ഷന്റെ ആദ്യം മുതൽ നിങ്ങൾ ചോദിക്കുന്ന കണക്കിൽ തന്നെ ഉൾപ്പെടെ ഉറച്ചേക്കുക. 15,000-നും 21,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവും വട്ടിയൂർക്കാവ്. അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.